ഷിനോടെ ഫോട്ടോ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉണ്ട്. അമ്മയുണ്ട് കേട്ടോ, ഞാനും ഉണ്ട്. എനിക്ക് വയ്യ. സ്നേഹ ഇതേ കണ്ടില്ല ഇപ്പൊ അങ്ങോട്ട് പോന്റെ തീം. ഇത് നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തിയാണ് കേട്ടോ. ആ നടുക്കോട്ടൊക്കെ ഒഴുക്കിടി വാഴ അടുത്ത പ്രാണപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാനപ്പോ പറയാൻ പോവുകയാണ്. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ടെൻഷൻ അടിക്കാതെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരവസ്ഥ പറ്റി പോയത്. ഞാനൊരു പെണ്ണിനെ പറ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ സേർ അവിടെ വിട്ടായിരുന്നു. അപ്പൊ എല്ലാരും കണ്ട തബ്ദയിലല്ല ക്യാപ്ഷനൊക്കെ കണ്ട് ഷിരോടെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഷിരോടെ സേർ നീ ഇത് എവിടെ കയറി അങ്ങനെ ഇവനെ കെട്ടിച്ചു വിടുകയാണ് സുഹൃത്തുക്കളെ. സേർ എവിടെ ഇപ്പൊ അതാണ്. സേർ അവിടെ മാറി ആ വടി എടുത്ത് മാറി. ഇനി ഒരു കൊച്ചുകൂടെ നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ അറിയണ്ട, സംഭവം എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ. അപ്പൊ അതിനെ വിശദമായിട്ട് ഞാനിപ്പോ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, ഞാനപ്പോ മേടിക്കാൻ പോവാണ്. അത് മേടിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നതാണ്. ഓക്കെ സ്നേഹ ഓടിക്കുന്നോ? ഓടിക്കട്ടെ അമ്മേ. അവിടെ ചെന്നിട്ട് നീ എന്റെ പേര് പറഞ്ഞാൽ മതി. ചെല്ല് ഷിനോ എന്ന് പറഞ്ഞാൽ മതി. അവരടിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. പോയിട്ടോ. ഷിനോടെയാന്ന് പറഞ്ഞത് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പോകുന്ന കണ്ടോടെ ഇപ്പൊ അവിടെ പോയിട്ട് എന്ത് കാണിക്കും ദൈവത്തിനറിയാം. അപ്പൊ എന്താണ്ട് അവിടെ കിട്ടിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഇനി അവളത് മേടിച്ചോണ്ട് വരും. എന്താന്ന് എനിക്ക് അറിയത്തില്ല സംഭവം. നോക്കട്ടെ ഇപ്പൊ വരുമ്പോ. ദാണ്ട് കിട്ടിയിട്ടുണ്ട് സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ കണ്ടില്ലേ? എന്താ വലിയ പൊതി എന്താണെന്ന് തോന്നുന്നു. സത്യമായിട്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. നോക്കട്ടെ. വാ എന്തുവാടി? അപ്പൊ അതേണ്ട നമുക്ക് വന്നേക്കുന്ന സാധനം ഇതാണ്. ഹാൻഡിൽ വിത്ത് ഗിയർ ടു ഷിനോ MS മുഞ്ഞനാട്ട് ഹൗസ് പൗഗ്ര മന്നാർ PO 68 ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര സ്പോഞ്ച് പോലൊക്കെ തോന്നുന്നു. അപ്പൊ ഇവിടെ എന്റെ ഫോൺ നമ്പറാണ്, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇൻസ്റ്റയിൽ ആരോ മെസ്സേജ് ആണ് സംഭവം അല്ലേ. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാരും നോക്കിയിരിക്കുന്ന എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടല്ലേ മറ്റേ ക്യാപ്ഷനിൽ ഇതെല്ലാം കണ്ടിട്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് വിശദമായിട്ടൊക്കെ. അപ്പൊ എല്ലാരും ഫുള്ള് വീട്ടിൽ ഇരുന്ന് കാണണം കേട്ടോ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അവരെല്ലാവരും വിശദം. ഞാൻ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുളിച്ചു. ഇപ്പൊ സമയം 4:30 രാവിലെ എണീറ്റ് ഫുഡ് കഴിച്ചു. വേറെ പടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ കുളിച്ചു. എന്നിട്ട് നേരെ ഇവരിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നാണ്. ഇനി നമുക്ക് വീട്ടിൽ പോവാം അല്ലേ സ്നേഹമോളെ? അതിന് മുമ്പ് എന്തെങ്കിലും നൈസായിട്ട് വീട്ടിലേക്ക് കഴിക്കാൻ മേടിച്ചോണ്ട് പോവാം. അപ്പൊ അതും നമുക്ക് മേടിച്ചിട്ട് വരാം. ഓക്കെ സെറ്റല്ലേ? കുറച്ച് ദിവസം നിങ്ങളെല്ലാരും കണ്ടിട്ട് നിന്റെ അപ്പരടി എന്നാണോ പറഞ്ഞോടോ. അതിനിപ്പോ ഇങ്ങനെയൊക്കെയല്ലേ. അച്ഛനെ ഇവിടെ ഇരിപ്പില്ലേ? നമുക്ക് എന്താ വേണ്ട വെച്ചാ പോയി മേടിച്ചോ. വേണ്ട പൈസ ഉണ്ട്. ഇഷ്ടമുള്ള എന്താ വെച്ചാ പോയി മേടിച്ചോ. വീട്ടിലേക്കും കൂടെ മേടിക്കണം. പിന്നെ അതേപോലെ 2 ബൂസ്റ്റും കൂടെ പറഞ്ഞു. ചായ ബൂസ്റ്റ് പറഞ്ഞു. 2 ബൂസ്റ്റും. ഓക്കെ. പേടിയുണ്ടോ? എന്നാ പോയിട്ട് വാ. സ്നേഹത പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു കടയിലൊക്കെ കയറി ചെല്ലുന്നത്. അപ്പൊ വേണ്ട നോക്കാം നമുക്ക് കേട്ടോ. അവിടുത്തെ ചായക്കടയിലെ ചേട്ടൻ നമ്മളെ നോക്കുന്നുണ്ട്. പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പൊ അതേണ്ട സ്നേഹനെ കണ്ടോ നിങ്ങള്? സ്നേഹതേണ്ട അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. പേടിച്ചാണോ നിൽക്കുന്നെന്ന് തോന്നുന്നു. അവളുടെ വീട്ടിൽ കാണിക്കുന്ന ഈ ബഹളമൊക്കെ ഉള്ളു പുള്ളിക്കാരത്തി. പുറത്ത് പോയി കഴിഞ്ഞാൽ വെറും പശുവാണ്. ഇവിടുത്തെ ഭയങ്കര തിരക്കുള്ള ഒരു കടയാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഇത് നമ്മുടെ എവിടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ നവോദയ സ്കൂൾ എന്നൊക്കെ പറയും, അതിന്റെ അടുത്താണിത്. ഓക്കെ.
എല്ലാത്തിലും 5 എണ്ണം മേടിച്ചു. എല്ലാത്തിലും 5 എണ്ണം മേടിച്ചോ? അത് ശരി. എന്തൊക്കെ മേടിച്ചേ? ഉള്ളിവട, ഉഴുന്നുവട, മുളക് ബജി, മുട്ട ബജി. പൈസ കൊടുത്തോ? ചായ പറഞ്ഞേ. ചായ പറഞ്ഞു? ബൂസ്റ്റ് ചായ. ഈ ചേട്ടൻ വന്നപ്പോഴേ ചോദിച്ചു സ്നേഹയല്ലേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞേ? സ്നേഹ എന്ന് പറഞ്ഞോ? അമ്പോ ഏഷ്യാണോ ചോദിച്ചേ? സബ്സ്ക്രൈബറാ നമ്മുടെ കേട്ടോ. അപ്പൊ ദേണ്ട സ്നേഹ നിക്കുന്നുണ്ടില്ലേ ഇവിടെ ആൾക്കാർ കൂടി ചായയൊക്കെ. ഇവിടെ വേഷം കണ്ടോ? ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഈ സമയമാകുമ്പോഴത്തേന് ഭയങ്കര തിരക്കാണ്. ഇവിടെ ഉണ്ട്. ഇവിടെ പച്ചക്കറി കടയൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മൾ വേണ്ട സാധനം എല്ലാം മേടിച്ചു കണ്ടില്ലേ. ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് പോവാ അല്ലേ? അടി പോടേ. ഞാൻ നമ്മുടെ വണ്ടി കിടക്കുന്നത്. ബാ കേറിക്കോ. ചായ കുടിച്ചിട്ട് കയറണോ അതോ എങ്ങനുണ്ട്? ഓ അതങ്ങനെ. സ്നേഹ വന്നിട്ടുണ്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട്. എന്താ ഇത് കാണും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ എന്നാ പോ. ഇറച്ചി കിട്ടിയില്ല. പോയില്ല, മറന്നുപോയി. ഇത് വേറെ കഴിക്കാനുള്ള. മറന്നുപോയ അമ്മ സത്യമായിട്ട്. സ്നേഹ പോയി പ്ലേറ്റ് എടുത്തിട്ട് വാ. ആ പോവാം. ഇത് കഴിഞ്ഞിട്ട് പോവാം. എന്റെ അമ്മോ എന്തോ ഇത്. ആ അതെ. ഞാൻ വരുന്നുണ്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട്. വരുവാ ഞാൻ. അതിന് മുമ്പ് നിങ്ങളെ ഒന്ന് മയക്കട്ടെ. ഞാൻ കഴിക്കാൻ തന്നെ മയക്കട്ടെ. അത് ഇവിടെ നിന്ന് കഴിച്ചാല്. ആ അതെ. അമ്മ ആദ്യം അപ്പൊ അമ്മക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നീ കഴിക്കാൻ കൊണ്ടുവന്ന് എടുക്കണോ, അതോ കൊറിയർ വന്നേക്കുന്നുണ്ട് ആ സാധനം എടുക്കണോ, അതോ കല്യാണക്കാര്യത്തെ പറ്റി പറയണം? അമ്മക്ക് ഏതാ താല്പര്യം? കൊറിയർ നമുക്ക് അയച്ചു തന്നേക്കുന്നത് കാണാം അല്ലേ? സ്നേഹ അപ്പൊ അത് ഇങ്ങോട്ടേ. ബാ പൊട്ടിക്ക്. അപ്പൊ അതേണ്ട ഇത് നമുക്കൊന്ന് കൊറിയറാണ്. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. നല്ല പാക്കിങ്ങിലെല്ലാം ആണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞത് ഫോട്ടോ ആയിരിക്കും. എന്തായാലും എന്താ ഗ്ലാസിന്റെ വല്ലതും ആയിരിക്കും. ഫോട്ടോ ഗ്ലാസ് ഒക്കെ ഉള്ള ഫോട്ടോ നമുക്ക് മാത്രമല്ല. നമുക്ക് ഇതേപോലെ ഒരു അടിപൊളി അമ്മ. ഒരമ്മ ഒന്ന് മച്ചാനെ എന്താ പറയാ. എടി അത് നല്ല രീതി പൊട്ടിക്കടി. ഗ്ലാസ് വല്ലതും ആയിരിക്കും. ഞാനോട് നോക്കട്ടെ. എന്താടാ ഞാൻ വരുന്നുണ്ട്. അയ്യോ ഇത് മുഴുവൻ ഇതായിരിക്കും. നോക്കല്ലേ എന്ത് വശിനോ അമ്മ പിച്ചത്തി എടുത്തിട്ടുണ്ട്. കണ്ണു പോകുന്നുണ്ടോ? കണ്ണടിച്ചാ ഒന്നുമില്ല ശിനോ. അയ്യോ എനിക്ക് വലിയ ഫ്രണ്ടിൽ തന്നെ തോക്കണം. തെർമോക്കോള് വേറൊന്നും വിചാരിക്കില്ല. ഒരു ആവേശം കൊണ്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. ഇവളെന്തോ ഈ കാണിക്കുന്ന ഈ സ്നേഹം. ിനോട് ഫോട്ടോ ആടും നമ്മുടെ എല്ലാവരുടെയും ഉണ്ടോ? അമ്മയുണ്ട് കേട്ടോ. ഞാനും ഉണ്ട്. എനിക്ക് വയ്യ. സ്നേഹ അതൊന്നും കണ്ടിച്ച് കളയല്ലേ. വേണ്ട നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് വേണ്ടതാണ്. ഇതുണ്ടോ ഗ്ലാസ്സിലെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആവശ്യം കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ടില്ലേ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് നല്ല സാധനം അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. സ്നേഹം അങ്ങോട്ട് പിടിച്ചേരി അല്ലേ? നല്ല രസമുണ്ടല്ലേ? അത് ആകാശത്തോട്ടൊന്ന് പിടിച്ചേ, പൊക്കി പിടിച്ചേ. ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റണത്. കണ്ടില്ല? അടിപൊളി. യാ മോനെ. അപ്പച്ചന്റെ കൊടുത്തേ. എങ്ങനുണ്ട്? അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പുറത്തും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഇല്ല. എങ്ങനുണ്ട്? കൊള്ളോ? ഇഷ്ടപ്പെട്ടോ? ആ പിന്നല്ല. ഇനി അമ്മ കാണും. അമ്മ കാണും. വാ വാ. ഇത് കണ്ടോ?
ഇത് നമുക്കുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമില് ഇതുപോലെ ഒരു വർക്ക് ചെയ്യുന്ന ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് അയച്ചു തന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ അവരുടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാമില് അതെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അവരുടെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാരും കയറി നോക്കിക്കോട്ടോ. അടിപൊളിയാണ് അല്ലേ? കൊള്ളാമല്ലേ അമ്മച്ചി? നല്ല ഫോട്ടോയുമാണ്. പോടി. ഇനി നമ്മുടെ മെയിൻ സാധനം കണ്ടത്. അപ്പൊ ദേണ്ട നമ്മള് മേടിച്ച സാധനം തന്നെ ഇതാണ്. ദേണ്ട ഉള്ളിവട, മുട്ട ബജി, മുളക് ബജി. ദേണ്ട അമ്മയുടെ വായത് വെള്ളം പോകുന്നു. ഇനി എന്താ വിളിച്ചുള്ളത്? ഇനി വേണ്ട ഇനിയാണ് വെറൈറ്റി സംഭവങ്ങൾ. സ്നേഹം അകത്ത് നമുക്ക് അകത്ത് പോയി ചെയ്തിട്ട് വരാം. ഭാഗത്ത് പോയിട്ട് നമ്മൾക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. വാ വാ വാ. എന്നിട്ട് എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട് കേട്ടോ. കേട്ടോ അതേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഈ മുട്ട ബജി മേടിച്ചപ്പോ കുറെ ചമ്മന്തി മുളകൊക്കെ കിട്ടുമല്ലോ. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലേ സ്നേഹ? അപ്പൊ ഞാൻ 2 എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അടി ആ മുളക് അത്ര മതി. ഇനി മറ്റേ വെളുത്ത മുളകില്ലേ അത് പൊട്ടിച്ചിട്ട് ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ വട്ടത്തിൽ എല്ലായിടത്തും എത്തുന്ന പോലെ. മനസ്സിലായോ? വിശക്കുന്ന ഇത് കണ്ടില്ലേ? മോനെ ഇതേ കണ്ടില്ലേ? ഇപ്പൊ അങ്ങോട്ട് അന്റെ തീം. ഇത് നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തിയാണ് കേട്ടോ. ആ നടുക്കോട്ടൊക്കെ ഒഴുക്കിടി വാഴ. പിന്നെ അല്ല ഷേയുടെ മുഖം കണ്ടോ? വായത് വെള്ളം പോകുന്നു ഷേയുടെ. മതി നമുക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. അയ്യോ എന്റെ മോനെ. അമ്മേ എന്നാ എല്ലായിടത്തും ഓരോന്ന് വെച്ചോടി. ഓക്കെ അമ്മ എടുത്ത് കഴിക്കമ്മേ. ഗ്ലാസ് അടി പൊട്ടിപ്പോവും. അപ്പൊ ഇത് കഴിക്ക. അപ്പൊ ഞങ്ങളെ ഇത് കഴിച്ചിട്ട് ഞാൻ വന്നിട്ട് ബാക്കി മറ്റേ കാര്യം പറയാം കേട്ടോ. ഓക്കെ ഞാനേ ഹലോ കേക്കുന്നുണ്ടോ? മറുപടി പറ അമ്മേ. ഇത്രയും നേരം ഇത് ഒളിപ്പിച്ച് കളിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ വീഡിയോ ആകുമ്പോ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുമല്ലോ. അപ്പച്ചനും വരുന്ന അപ്പച്ചനും വന്നോ? ഞാൻ അതിന്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കാണിക്കാൻ വേണ്ടിട്ടാണ് സ്നേഹം കൊടുത്തിരിക്കുന്നത്. അടുത്തോ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാനപ്പോ പറയാൻ പോവുകയാണ്. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ടെൻഷൻ അടിക്കാതെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരവസ്ഥ പറ്റി പോയത്. ഞാനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു. രജിസ്റ്റർ മാരേജ് ചെയ്തതിന്റെ പേപ്പറും കാര്യങ്ങളുമാണ് നടന്നത്. ആർക്കും എന്റെ വിലയില്ലേ? അപ്പൊ ഇവരാരും എന്റെ മൈൻഡ് പോലും ചെയ്യാതെ പോയി. നമുക്ക് എന്തായാലും കാണാം അത്. ഓക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ സത്യസന്ധമായിട്ട് അമ്മ ചെയ്തത് ഇനിയിപ്പോ പറഞ്ഞ കാര്യം വേണ്ട. ആ പേപ്പർ കണ്ട് കാണിച്ചേ. ആ പേപ്പർ കണ്ട് കാണിച്ചേ. വേണ്ടേ ഇത് കണ്ടോ? ഇത് കണ്ടോ അമ്മ? ഇത് കണ്ടോ? ഈ അഡ്രസ്സില് കള്ളത്തരമായിട്ട് വേണ്ട ഇത് വരുവോ? ആ പേപ്പർ ഇത് കണ്ടോ? രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോഴത്തേന് അവര് തന്നാണ് ഫ്രീ ആയിട്ട്. ഇതാണ് ആ പെണ്ണിന്റെ. ഇനി നോക്കിക്കേ അമ്മ. ഈ വാ അമ്മേ. ഇതാണ് ആ പെണ്ണിന്റെ ചേട്ടൻ. പുള്ളിയുടെ കല്യാണത്തിന് വിളിച്ചേക്കണയാണ്. കണ്ടോ? ഇതാണ് അവരുടെ കല്യാണ ആൽബം. ഇതുണ്ട്. ഇങ്ങനെ ആയിരിക്കും പരിപാടി നടക്കണേ. ഇതായിരിക്കും അവിടുത്തെ ആങ്കർ ആയിട്ട് വരുന്ന കൊച്ച്. കണ്ടോ? ഈ കൊച്ചാണ് എനിക്ക് സമ്മാനം തരുന്നത്. മറ്റേ അവാർഡ് പോലെ. മനസ്സിലായോ? അവാർഡ് കിട്ടും. ഇത് ഞങ്ങളുടെ കോളേജിലുണ്ട്. ഞങ്ങള് കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴുള്ള പ്രേമമായിരുന്നു. അയ്യോ എനിക്ക് തോന്നി അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം അവരുടെ കുടുംബക്കാരാണ്. ഇത് മാമന്റെ മോനെ. കല്യാണം കഴിഞ്ഞ ഫോട്ടോ. ഇത് അവരുടെ അന്ന് വന്നപ്പോഴത്തേക്ക് ഇനിതുണ്ട്. പുള്ളി മാല ഇത് ഇട്ട. കാരണം എന്താ? ഞാൻ മറ്റേ കൊടുക്കണ സംഭവം എന്താ? എന്റെ അടുത്ത് കിട്ടിയ മാല ഞാൻ എടുത്താ കൊടുത്തു. നീ എടുത്തോ അളിയ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ്. കണ്ടോ? അതാണ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും അത് ഇട്ടേക്കുന്നത്. എന്റെ ഫോട്ടോ അമ്മ ഇടയ്ക്കേ വരത്തുള്ളൂ. ഇത് കണ്ടോ? ഇതെല്ലാം അവരുടെ ബന്ധുക്കാരാണ്. നമ്മുടെ കസിനായിട്ട് വരും കേട്ടോ. അതെ അതെ.
പിന്നെ ഇതിന്റെ അകത്തോട്ട് വരുമ്പോഴത്തേന് ഇവരെല്ലാം നമ്മുടെ ഒരു കുടുംബക്കാരായിട്ടാ. തള്ള വൈകി വരിക. അയ്യോ, അവര് ഇവരുടെ ബന്ധുക്കാര് തന്നെ. അതാ പറഞ്ഞേ, നമ്മളെല്ലാം ഒരു കുടുംബം ആയോണ്ടേ ഞാൻ എല്ലാവരുടെയും ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞു. വന്ന് ചോറുണ്ട് അവരുടെ എല്ലാ ഫോട്ടോ അതിൽ വെക്കണമെന്ന് പറഞ്ഞു. കൊച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ കേട്ടോ, ഇതെല്ലാം പെണ്ണിന്റെ കൂട്ടുകാരികളാ, മനസ്സിലായോ? കാരണം കണ്ടോ, ഇതെല്ലാം പെണ്ണിന്റെ കൂട്ടുകാരികളാ. കണ്ടോ, ഇത് ചേട്ടന്മാരുണ്ടോ? അപ്പൊ ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചവറ മാട്രിമോണി ഇല്ലേ, ചാവറ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കിനെ അതിന്റെ അകത്തൊന്ന് ചുമ്മാ രജിസ്റ്റർ ചെയ്തിട്ട് ചുമ്മാ പിള്ളേരെയൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട്, മനസ്സിലായോ? അപ്പോഴത്തേക്കിനെ അവര് എനിക്ക് അയച്ചു തന്ന ഈ സാധനം. എന്നും വിളിക്കും അമ്മേ, ഷിനോയ്ക്ക് ഇതാ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ പണം അടയ്ക്കൂന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പറഞ്ഞ് എന്ത് പറയാനാ. അമ്മ ഈ വന്ന് അമ്മയോട് ചോദിക്കട്ടെ. ഇവർക്കൊരു ഉത്തരം. അമ്മയ്ക്ക് എത്രാമത്തെ വയസ്സിൽ എന്നെ കല്യാണം കഴിപ്പിക്കാനാ താല്പര്യം? നിനക്കൊരു ജോലി കിട്ടിയിട്ട് 33 അല്ല, 33. നിനക്കൊരു ജോലി കിട്ടി, സ്വന്തമായിട്ട് ആ പെണ്ണിന് വേല എടുത്ത് കൊടുക്കാൻ ഒരു തൊഴിൽ നിനക്ക് കിട്ടി കഴിയുമ്പോ ഞാൻ നിന്നെ കെട്ടിച്ചു വിടും. ഓക്കെ, ഇനി അപ്പച്ചനോട് ഇരിക്കാം. അപ്പച്ചന്റെ അഭിപ്രായത്തിൽ എന്നെ എന്നെ 23-ാമത്തെ വയസ്സിൽ 23 കഴിഞ്ഞിപ്പോ അത് കഴിഞ്ഞാൽ ഉടനെ നിനക്കൊരു നല്ലൊരു പെണ്ണെ കണ്ടുവെക്കും. അടിപൊളി ഒരു പെണ്ണ് നിനക്ക്. നമുക്കിനി ഇവിടുത്തെ കാര്യസ്ഥ എടുത്തോട്ടെ. അമ്മച്ചിയുടെ അഭിപ്രായത്തിൽ എത്രാമത്തെ വയസ്സിലായിരിക്കും എന്നെ ഇപ്പൊ കെട്ടിക്ക? എന്നാലും അമ്മച്ചിയുടെ അഭിപ്രായം നിന്നെ ഇപ്പൊ കെട്ടിക്ക? എന്നാലും കല്യാണം 24-ാമത്തെ വയസ്സിലായിരുന്നു. അമ്മച്ചി ഇത് പറ. അമ്മച്ചി നിന്നെ ഇപ്പൊ കെട്ടിക്കാൻ ഞാൻ പറഞ്ഞില്ല. അമ്മച്ചിയുടെ അഭിപ്രായത്തിൽ എത്രാമത്തെ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിന്നെ കെട്ടിക്കാം. 26-ാമത്തെ വയസ്സ് നിന്നെ കെട്ടിക്കാം. 26-ാമത്തെ. ഞാനിവിടെ കിടന്ന് ബഹളം വെക്കൊന്നുമല്ല കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചെന്നേ ഉള്ളല്ലേ അമ്മച്ചി? 26 വയസ്സാവുമ്പോ 27 വയസ്സാവുമ്പോ അമ്മച്ചി ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഇപ്പൊ കെട്ടിക്കാം. ഇപ്പൊ വേണ്ട, ഇപ്പൊ സമയം ഒരുപാട് ഇല്ലേ? അതെന്താ സാരമില്ല, രാത്രി കല്യാണം നിന്റെ അഭിപ്രായത്തിൽ അമ്മ ഇവളെയാണോ ആദ്യം കെട്ടിക്കുന്നത്? എന്നെയാണോ? അവളെ പറഞ്ഞു വിടുവോ? അവൾ എന്നെക്കാൾ 6-7 വയസ്സ്. 18 വയസ്സ് കഴിയുമ്പോ ഇവളെ കെട്ടിച്ചു. 18 ജോലി മേടിച്ചിട്ട് ഞാൻ കണ്ടെത്തുള്ളൂ. 21 മതി. അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവക്ക് 21 വയസ്സാകുമ്പോഴത്തേക്ക് എനിക്ക് 29 വയസ്സാവും. അമ്മേ ആയിക്കോട്ടെ, ഇവിടെ പറഞ്ഞിട്ട് അമ്മ എനിക്ക് കല്യാണം കഴിക്കാൻ അത്രയ്ക്ക് ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഞാൻ നിങ്ങളുടെ മനസ്സിലിരി പറയാൻ വേണ്ടി. മനസ്സിലിരിപ്പ് എന്നായാലും ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇവർക്കൊരു താല്പര്യമില്ല. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിനെ വിളിച്ചോണ്ടോ, അത്ര അത് നടക്കും. കൊച്ചിനെ വിളിച്ചോണ്ടൊന്നും വരെ നടക്കത്തില്ല. ഒന്നും വേണ്ട, കാറുണ്ടല്ലോ, കാറെ കൊണ്ടുവന്നാണ്. ഓക്കെ, അതുകൊണ്ട് ഇനി വരുന്ന കൊച്ചിനെ അമ്മ എങ്ങനെയായിരിക്കും കാണുക? ഞാൻ പൊന്നുപോലെ നോക്കും. എങ്ങനെ കേക്കട്ടെ? ഞാൻ അവളെ നല്ല സ്നേഹമായിട്ട് അതിനോട് പെരുമാറും. പിന്നെ അതിനെ ഞാൻ പൊന്നുപോലെ നോക്കും. പട്ടിണിയില്ലാതെ ഞാൻ ജീവിപ്പിക്കും. അമ്മ അതിനെ ജോലിക്ക് വിടും. അത് അമ്മയുടെ അത് ജോലിക്ക് പോന്നെങ്കിൽ പൊക്കോട്ടെ, ഇനി അത് പ്രശ്നമില്ല. അത് ഞാൻ കൊണ്ട് സമരം എടുത്ത കൊച്ചു പട്ടിണിയാവും. അമ്മ സമരം എടുക്കുവോ? ഞാൻ സമരം. അയ്യോ അമ്മച്ചി അങ്ങനെ ആയിരിക്കും വരുന്ന കൊച്ചിനെ നോക്കുന്നത്. ഷിനോമോന്റെ കൊച്ചെന്ന് പറയുമ്പോ പറ കേക്കട്ടെ. നിന്റെ അമ്മയോ നിന്നെയോ നിന്റെ പെങ്ങളെയോ ഏത് രൂപത്തിലാടാ ഇവിടെ കണ്ടിട്ടുള്ളത്? ഏത് രൂപത്തിലാടാ കണ്ടിട്ടുള്ളത്? പറയടാ. ആർക്കറിയോ? ആർക്കറിയാവോ? നീയൊക്കെ പിന്നെ ഈ വീട്ടിലല്ലയോ ജീവിച്ചത്? പിന്നെന്താ ഇപ്പൊ എടുത്തു പറയുന്നത്? എന്നാലും അമ്മച്ചി അങ്ങനെ കാണുന്ന അത് പറയാ. എന്റെ 2 കണ്ണും കൊണ്ടും കാണും. അയ്യോ തഗ്ഗേ എന്നാലും അമ്മച്ചി അവളെ എങ്ങനെയാടാ നീ പോടാ കൊച്ചനെ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നും ഇല്ല. അയ്യോ പിന്നെന്താ ഇപ്പഴില്ല, പിന്നുണ്ടായിരിക്കും. ഇപ്പൊ എന്തായാലും ഇല്ല. അമ്മയോട് ചോദിച്ചു. ഇവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. എന്തിനാ? അപ്പച്ച കൊച്ചമ്മയെ കെട്ടിക്കണ്ടായോ? അതെന്താന്നറിയാമോ? കല്യാണക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും,
അപ്പൊ ഇപ്പുറത്ത് നിന്നോണ്ട് ചോദിക്കുന്നത് അയ്യോ എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങളിത് കേക്ക്. ഇവളിത് കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇവള് ചോദിക്കുന്നത് നിങ്ങൾ ഇതൊന്ന് കേക്ക്. എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്നെ നാളെ ഞാൻ അതല്ല നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. എന്തുവാ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിച്ചാണ് നിങ്ങളുടെ അടുത്ത്. അഭിപ്രായം? നീ പെണ്ണ് കെട്ടി അന്വേഷിക്കാൻ നിർത്തടാ. ആ കൊണ്ടുവരട്ടെ. കഴിവും തന്റെ ഇടവും വേണം. ഞാൻ കഴിച്ചില്ലല്ലോ, അതിനെ ഞാൻ കഴിപ്പിക്കും. പക്ഷെ 2 ദിവസം ആകുമ്പോ സമരം എടുത്ത് ഞാൻ ചേച്ചി തീരുമാനം അതൊക്കെ നിന്റെ തോന്നല. എനിക്കിവിടെ ഇച്ചിരിയെങ്കിലും ഒരിതുള്ള അളിയന്റെ വാക്ക്. രാജ്യത്തെ അമ്മ പൊന്നു പോലെ അളിയ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? ഈ മാസം അങ്ങോട്ട് കഴിയട്ടെ. ഒരു കഞ്ഞി മാസം ആകുമ്പോ നിന്റെ കല്യാണം നടത്തും. എന്തോ മനുഷ്യനാണോ? കന്നിമാസത്തെ എന്നെ കെട്ടിക്കാറോ? ഒരുമാതിരി മറ്റേ ആൾക്കാരാ. എന്താ വെച്ചാ നിന്റെ അല്ല കന്നിമാസത്തിൽ പട്ടികളുടെ മറ്റേ പരിപാടി ഞാൻ കോഴിക്കോടൊക്കെ പോകുമ്പോ കാണാറുണ്ട്. സത്യമായിട്ട് ഈ കന്നിമാസത്തിൽ പട്ടികൾ നമ്മുടെ പട്ടി തന്നെ കണ്ടിട്ടില്ലേ? പള്ളി നിങ്ങോട്ട് ഇറങ്ങിയ റാസയുടെ ഇടയിൽ കൂടെ പട്ടി ഇങ്ങനെ പോകുന്നു. ആ പട്ടിയായ അങ്ങനെ ഞൂണി ഞൂണി പോവും. ചേച്ചിമാരെ ഏത് ഏത് ചുമ്മാ നിനക്ക് എന്താ അമ്മച്ചി ഇത് വിടമ്മച്ചി. ഇതെനിക്ക് ചുമ്മാ അവര് ഞാൻ അത് ചേർത്തേനെ അവര് അയച്ചു തന്നാണ് പിള്ളേരെ പറ്റിയ ചവറ മാട്രിമോണി. ഇത് പോയി വിളിക്കല എല്ലാ അപ്പന്മാരുടെ നമ്പരായിരിക്കും. ഞാൻ ആരും വിളിച്ചൊന്നുമില്ല. ഞാൻ ചുമ്മാ എന്താ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയിട്ടാണ്. പക്ഷെ ഇവരൊരു സ്വൈര്യത തരുന്നില്ല. ആരാ ഈ ഇത് നടത്തുന്നവര് എന്നും വിളിച്ചോണ്ടിരിക്കും. ഹലോ സാർ. ഇവളെന്തോ പെണ്ണാണ്. ഇവിടെ ഞാൻ ഇതേപോലെ ഏത് പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യും. വേറെ ഇപ്പൊ പണി വെച്ചേനെ. അത് ശരിയാ മച്ചി. അത് നീ ദൈവം തന്ന ഒരു മുതലാ. നീ ദൈവം കാത്തു വച്ച നിധിയാണ് അമ്മച്ചി. എന്താ പോടാ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളു. ആരാണ്ട് വിളിക്കുന്നു. എന്തു പറ്റി? പെടഞ്ഞു വീഴ് അമ്മേ. അപ്പൊ അതേണ്ട കേസ് ഇതൊക്കെയാണ് എന്റെ കല്യാണ കാര്യങ്ങളുടെ അവസ്ഥ. എല്ലാരും വിചാരിക്കും ഷിനോയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. എല്ലാരും വിചാരിക്കും ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ പിള്ളേർ സെറ്റ് അല്ലേ വിചാരിക്കും ഷിനോ ചേട്ടന്റെ വീട്ടിൽ എന്നാ പൊളിയോ, ഷിനോ ചേട്ടൻ ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. ഇതേണ്ട കണ്ടില്ലേ, നോക്കിയിരിക്കും. അതെ ഈ വീട്ടിൽ പെണ്ണ് കെട്ടിയച്ചേ ഒരു പെണ്ണിനെ കൊണ്ടിട്ടിട്ട് നിനക്ക് വേറെ കൂലിയില്ലാതെ വന്നു. ഇതെന്തോ എപ്പോഴും ഇവര്. ഞാൻ പോവാമേ, ഞാൻ വീട്ടിൽ നിന്ന് പോവാം. ശരി ഞാൻ ഇറങ്ങി പോവാമേ. ഓ ബൈ ഗൈസ്, ഞാൻ പോവാം. എവിടെ പോയാലും ഇവിടെ ഓടി പറ്റി ശരിയാക്കും. അത്രയാണ് നമ്മൾ ശരിയാക്കും. എന്തിന് നീ പ്രാർത്ഥിക്കടാ. എന്തിന്? ഇതൊക്കെ നമുക്ക് ദൈവം തന്നതാ. ആണോ? അല്ല നമ്മുടേതൊന്നുമില്ല. ഓക്കെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഞാൻ പോവാ. എന്റെ മക്കളെ നീ പോയാ നിങ്ങളൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ്. അല്ല അതെ മക്കളെ അങ്ങനല്ല. എനിക്ക് സ്വന്തം താല്പര്യത്തിന്റെ എവിടെയും കുലിക്ക ഈ അടുക്കള കിടക്കും. പിന്നല്ല. അപ്പൊ ഗൈസ് വേണ്ട ഇതാണ് അവസ്ഥ. ഞാൻ ചുമ്മാ ഒരു തമാശ രീതിയിൽ ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കിയാണ്. അല്ലാണ്ട് എനിക്ക് കെട്ടണമെന്നും പറഞ്ഞ് ആഗ്രഹമൊന്നുമില്ല ഇപ്പൊ. കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്നുള്ള ഒരു ജോലിയൊന്നുമില്ല. പിന്നെ ഒരു രസം വീട്ടുകാരുടെ അടുത്ത് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു തമാശ രീതിയിൽ അവരത് എങ്ങനെ എടുക്കുക, അല്ല അതിനെ എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ പോയേക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്താ സംഭവം എന്നൊക്കെ. കാരണം കുറേ ദിവസമല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ വീട്ടിലും ഇല്ലായിരുന്നു. ഇന്നാണ് ഞാൻ വന്നത്. കണ്ട എൻ്റെ മോഹം നല്ല ഞാൻ ഉറക്കമായിരുന്നു വീട്ടിൽ കിടന്നിട്ട് പോയിട്ട് വന്നതിൻ്റെ. അപ്പോൾ അതാണ്. അപ്പം ഞങ്ങൾ പോയേക്കുവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നൊരു ബൈ പറഞ്ഞേ.